നമസ്കാരം. ഞാൻ ഹൈനസ് ഐഷുമ. ഹൈനസ് ഫുഡ് ഗാലറിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡാണ്, ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് നമ്മളുടെ പാചകം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ പെരട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമെന്ന് പറയുന്നതിന് മുൻപായിട്ട് മുൻപായിട്ടെന്ന് പറഞ്ഞു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്ത് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ ഈസ്റ്റർ പ്രമാണിച്ച് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ നമ്മുടെ ഈ ചാനൽ ഹൈനസ് ഫുഡ് ഗാലറി എന്ന ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് അത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ്. 1 കിലോ ചിക്കനൊക്കെ ഒരു 3 വലിയ സവോള എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 1 കപ്പ്, അതായത് 1 പിടിയോളം ചെറിയുള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ എടുത്തിരിക്കുന്ന ഒരു 6 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ സാധാ നമ്മളുടെ മുളക് പൊടിയാണ് ഉള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ആവശ്യത്തിന്. പിന്നെ തക്കാളി എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളി 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചിക്കൻ പെരട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുക്കർ വെച്ച് വെക്കുകയാണ്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുളിയിലോ അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇത് ഷോ കാരണമാണ് ഞാനിപ്പോൾ അധികം സമയം നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഞാൻ മറ്റൊരു പാനിലിട്ടിട്ട് പുരട്ടിയെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കുക്കറിലോട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഞാൻ ഇട്ടിടേന്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇടുകയാണ്. ഒപ്പം തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മളെടുത്ത് വെച്ചിരിക്കണ വെളുത്തുള്ളി ചതച്ചത്, ഒരു പകുതിയോളം വെളുത്തുള്ളി ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. ഒപ്പം തന്നെ ഇഞ്ചി ചതച്ചതിൻ്റെ പകുതി ഭാഗം ഇതിനകത്തോട്ട് ഇടുകയാണ്. പച്ചമുളക് ഇട്ടു. ഇട്ടാണ് നമുക്ക് ഒന്ന് നല്ലപോലെ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കനൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ തന്നെ ഇത് വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കണുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇതൊന്ന് അടച്ച് വേവിക്കുകയാണ്. 1 വിസിൽ വരുന്നവർ മാത്രം വേവിക്കുക. ഇതിവിടെ കിടന്ന് വേവണ സമയം നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഇതിനുള്ള സവോളയും കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കാം. ഇതെടുത്തുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് ബർണറിലോട്ട് വയ്ക്കുകയാണ്. ഇത് വഴറ്റാനുള്ള പാൻ ഞാൻ വെക്കട്ടെ. പുറത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു അസൗകര്യം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ പാൻ കത്തിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനടുത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. വെളിച്ചെണ്ണ കുറവുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ഇടാം.
അപ്പോൾ നമ്മൾ സാധാരണ ഈ സവോള വെച്ചിട്ടുള്ള പരിപാടിയൊന്നും നമുക്കില്ല അല്ലേ. നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത് പഴയകാല ഡിഷുകളൊക്കെ ആയിട്ട് വരുന്ന ചാനലാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് സവോള നമുക്ക് ആവശ്യമുണ്ട്, ചിക്കൻ പുരട്ടിയെടുക്കാനുള്ള സവാള നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സവോളയും ചെറിയുള്ളി എന്തായാലും നമ്മളുടെ ഒഴിച്ചുകൂടാനാവാത്ത നമ്മളുടെ വിഭവമാണ്, ഇതാണ് ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം പഴയകാല വിഭവത്തിൽ എന്തായാലും ചെറിയുള്ളി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ സവോള ഇതിലേക്ക് ഇടുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ഈ ചെറിയുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയാണ്, ഇതും ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. നമുക്ക് വയ്ക്കാനുള്ള സ്ഥലം വളരെ കുറവാണ്. വെളിച്ചെണ്ണ കുറവ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കിപ്പോൾ ഈ വെളിച്ചെണ്ണ പാകമാണ്. ഈ പുറത്ത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാറ്റടിച്ചിട്ട് ഫ്ലെയിം വളരെ കുറഞ്ഞു പോകും. അപ്പം ഇതൊന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വിസിലിന് നമുക്കത് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട. ഒരു പിങ്ക് ഷെയ്ഡ് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും ബാക്കിയുള്ള ഇഞ്ചിയും, അപ്പോൾ നമ്മുടെ ഇഞ്ചി ഇട്ടു, നമുക്ക് വെളുത്തുള്ളി പകുതി വെളുത്തുള്ളി നമ്മൾ ചിക്കൻ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളിയും ചേർത്തു, ബാക്കിയുള്ള പച്ചമുളകും ചേർത്തിട്ടു. ഇനി ഇതൊന്ന് ഒരു പകുതി മൂത്ത് വന്നാൽ മതി. പച്ചമണമൊക്കെ ചെറുതായിട്ടൊന്ന് പോകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ പുരട്ടി എടുക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് പച്ചമണമൊന്നും നിൽക്കില്ല. നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട് അല്ലേ. ഒരു പിങ്ക് ഷെയ്ഡ് വന്നപ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും. നല്ലപോലെ മൂത്ത് വരേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ തക്കാളി ഇതിനകത്തോട്ട് ഇട്ടു, ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴഞ്ഞിട്ടെ. സാധാരണ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴാണല്ലോ ഈ നമ്മൾ ഇഞ്ചി പച്ചമുളകും സവാളയൊക്കെ അല്ല തക്കാളിയൊക്കെ ഇടാം, വെളുത്തുള്ളി. പക്ഷേ ഇതൊരു പിങ്ക് ഷെയ്ഡും അതിൻ്റെ ഇടയ്ക്ക് ഗ്രീനും റെഡും ഒക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി വന്നിട്ടുണ്ട് അല്ലേ. ഇത് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം. നമ്മളുടെ മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ തന്നെ കറിയൊക്കെ വെക്കുമ്പോൾ ആ മൂത്ത് വരുമ്പോൾ തന്നെയാണല്ലോ നമ്മൾ ഇടുള്ളൂ അടുത്തത്. അതിന് വേണ്ടത് നമ്മുടെ മുളക് പൊടി, നമ്മുടെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു റെഡ് ഷെയ്ഡ് വരണം.
റെഡ് കളറിൽ നിൽക്കണം നമ്മളുടെ ഈ ചിക്കൻ പെരട്ട്. അത്യാവശ്യം എരിവൊക്കെ ഉള്ള ചിക്കൻ പെരട്ടാണ് ഇട്ടത്. ഇനി എരിവ് കുറക്കണം എന്നുള്ളവർ ഇത്രത്തോളം മുളക് പൊടിയൊന്നും ഇടണ്ട. അപ്പോൾ ഈ കയ്യിലുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് ഇളക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഒരു മരത്തിൻ്റെ ചട്ടകം എടുക്കണം. കാരണം ഇത് നല്ലപോലെ പെരട്ടി നമുക്കിത് എടുക്കണം. ഒരു 5-8 തണ്ട് വേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ പകുതിയോളം വേപ്പില ഞാൻ ഇപ്പോൾ ഇടുകയാണ്. ഇത് നമുക്ക് പെരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് ഇടാം. നല്ല മൂത്ത മണ്ണൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. കാറ്റും കൂടെ ആകുമ്പോഴേ അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഇതിലോട്ട് ഇടുകയാണ് കേട്ടോ. ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടതാണ്. ഇനി കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ഇടാം. റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ വരട്ടി കൊടുക്കണം. ചിക്കൻ ഉടയുന്നുള്ള പേടിയൊന്നും വേണ്ട, അത് ഉടയില്ല. ഒരു പകുതി ഗരം മസാലപ്പൊടി ഞാൻ ഇടും. ഞങ്ങൾ ഇങ്ങനെ തട്ടി കൊടുക്കാം. കാറ്റ് വീശുന്നുണ്ട്, അതുകൊണ്ട് ഫ്ലെയിം നിൽക്കണില്ല. തീ ഇങ്ങനെ പാറിക്കളിക്കുക. ഇത് നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷേ നമ്മൾ ചീനച്ചട്ടിയിലുള്ള ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നടി പിടിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാകണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. നമുക്കൊന്ന് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ മല്ലിയില, നമുക്ക് പകുതിയോളം മല്ലിയില നമുക്ക് ഇപ്പോൾ ഇടാം, ഇതിലോട്ട് ഇടാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒന്നാമത്തെ ഈ ഇങ്ങനെ റെഡ് കളറിൽ നിൽക്കുന്ന കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മല്ലിപ്പൊടി അധികം ഇടാതെ, അതുപോലെ തന്നെ ആ കളർ വരണ എനിക്ക് ഇഷ്ടമല്ല. നല്ല റെഡ് കളറിൽ നിൽക്കണം. ഇതുണ്ട്, നമ്മൾ വേറെ ഇതിൽ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ ഇത് നല്ല റെഡ് കളറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല പോലെ കിടന്ന് വറ്റട്ടെ. വറ്റിയിട്ട് നമുക്കത് പരട്ടി ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ കിടന്നതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് പോരണം. ഫുൾ വെള്ളം വലിഞ്ഞ് പോരണം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് വീണ്ടും പരത്തിയെടുക്കാം. അപ്പോൾ ഇത് കിടന്ന് വേവട്ടെ അല്ലേ. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുന്നത് ഈ കാറ്റടിക്കണോണ്ടാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. നമ്മളുടെ കിച്ചണിലാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ നല്ലപോലെ വറ്റിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ഇത് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകാൻ അടിക്കണം. പിന്നെ മണവും വരുന്നുണ്ട്. ഇത് നമുക്ക് ഇനി ബാലൻസുള്ള നമ്മളുടെ ഈ കറിവേപ്പില ഞാൻ ഫുള്ളിലോട്ട് ഇടണം. ഒപ്പം തന്നെ മല്ലിയില ഇടണം.
ഇതുപോലെ പെരട്ടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാം ഇതിൻ്റെ എരിവും ഉപ്പും പുളിയും എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. അതല്ലെങ്കിൽ ഇറച്ചിക്കൊരു പച്ച ഒരു രുചി ഉണ്ടാവാൻ വഴിയിലേക്ക് അത് വെളുത്തിരിക്കുന്ന ഇറച്ചിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നും. ഇത്രയും ടേസ്റ്റ് ആയിരിക്കും. കാരണം ഈ കളറൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളൊന്നും വേറെ ഒരു കളറുകളൊന്നും ഇടാതെയാണ് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. എന്നിട്ടും ഈ കളറിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ പെരട്ട് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹൈനസ് സ്പെഷ്യൽ എന്ന് പറയാം. ഇത് ഞാൻ സാധാരണ നമ്മളെ വീഡിയോ തുടക്കം തന്നെ എൻ്റെ വല്യമ്മയുടെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഹൈനസ് സ്പെഷ്യൽ ഈസ്റ്റർ ചിക്കൻ പെരട്ടാണ് ഇത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഞാൻ ഇതിനോടൊപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പമാണ്, പാലപ്പമാണ് കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയും. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ചിക്കൻ പെരട്ട് മാത്രം കാണിക്കണുള്ളൂ. ഒപ്പം കഴിക്കാനുള്ളത് പാലപ്പമാണ് റെഡിയാക്കിയേക്കണത്. അപ്പോൾ എല്ലാവരും, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ പെരട്ട്, എൻ്റെ ഹൈനസിൻ്റെ സ്പെഷ്യൽ ചിക്കൻ പെരട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കണം. ഒപ്പം തന്നെ നമ്മളുടെ ഹൈനസ് ഫുഡ് ഗാലറി എന്ന ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വീണ്ടും കാണുവരെ എല്ലാവർക്കും നമസ്കാരം.